പ്രിയപ്പെട്ട സ്നേഹിതരെ, ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 30-ാം തിരുവചനം. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണവർ. ഈ സുവിശേഷ ഭാഗത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുഴലൂതി ചുവട് വയ്ക്കുന്ന കുട്ടികളുടെ ഒരു ചിത്രം. അത് അന്നത്തെ കാലത്തെ കുട്ടികളുടെ ഇടയിലെ ഒരു കളിയായിരുന്നു. കുറേ പേർ കുഴലൂതും, കുറച്ചു പേർ അതിനനുസരിച്ച് ചുവട് വയ്ക്കും. രണ്ടാമതായി, ഏതാനും വ്യക്തികൾ എന്തു പറഞ്ഞാലും അതിൽ കുറവ് കണ്ടുപിടിക്കുക ഏവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ മൂന്നാമതായി ഒരു കാര്യം ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ? ലോകം അതിൻ്റേതായ കുഴലൂതി നൃത്തം വയ്ക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അതോടൊപ്പം ചുവട് വയ്ക്കാറില്ല. അവൻ വളരെ ശ്രദ്ധിച്ചാണ് ചുവടുകൾ വയ്ക്കുക. തൻ്റേതായ പ്രൗഢിക്കോ പ്രശസ്തിക്കോ സ്വാർത്ഥതയ്ക്കോ വേണ്ടിയായിരിക്കും കുഴലൂതുക. എന്നാൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ മാറി നടക്കുന്നു. അതുകൊണ്ടാണ് യേശു യോഹന്നാനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ ഒരു പ്രവാചകൻ താമസിക്കേണ്ട സ്ഥലത്തോ അണിയേണ്ട വസ്ത്രമോ കഴിക്കേണ്ട ഭക്ഷണമോ ഒന്നുമല്ല അദ്ദേഹം സ്വീകരിച്ചത്. അതിനാൽ അവർ അവനെ പിശാചുബാധിതൻ എന്ന് മുദ്രകുത്തി. ക്രിസ്തുവിനെ എല്ലാവരും ഗുരു എന്നായിരുന്നു വിളിച്ചിരുന്നത്. നിയമജ്ഞരും സദുക്കാരും ഫരിസേരും എല്ലാവരും ക്രിസ്തുവിനെ ഗുരു എന്ന് വിളിച്ചിരുന്നു. ഗുരുവാണെങ്കിൽ അതിനനുസരിച്ച് സമൂഹം കാണുന്ന രീതിയിൽ നടക്കണമായിരുന്നു. എന്നാൽ ക്രിസ്തു ആകട്ടെ ഭക്ഷണം കഴിക്കാൻ പോയത് സക്കേവൂസ്, ലേവി, ലാസർ എന്നിവരുടെ ഭവനങ്ങളിലാണ്. ഏതെങ്കിലും നിയമജ്ഞരോ ഫരിസേരോ വിളിച്ചിരുന്നെങ്കിൽ മാത്രമേ അവരുടെ കൂടെ പോയിരുന്നുള്ളൂ. അതിനാൽ ക്രിസ്തുവിനെ അവർ ഭോജനപ്രിയൻ, പാപികളുടെ കൂടെ നടക്കുന്നവൻ എന്ന് മുദ്രകുത്തി. കർത്താവിൻ്റെ താളത്തിലാണ് ചുവട് വെച്ചത്. നമ്മിലേക്ക് തിരിയുമ്പോൾ ഈ ലോകത്തിൻ്റെ താളത്തിനനുസരിച്ച് നടന്നാൽ പ്രത്യേകിച്ച് നമ്മിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനത്തിൻ്റെ താളമുണ്ട്. വിശുദ്ധിയുടെ ചുവട്, നല്ല ബന്ധങ്ങളുടെ ചുവട് ഇതോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മിലെ ജ്ഞാനം പ്രകാശം പരത്തും. ലോകത്തിൻ്റെ താളത്തിനൊത്തല്ലാതെ വചനത്തിൻ്റെ താളത്തിനൊത്ത് ചുവട് വയ്ക്കുവാൻ കഴിയണമേ എന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ജീവിതം നയിക്കുകയും ഞങ്ങളുടെ കർത്താവിൻ്റെ അമ്മയാവുകയും ചെയ്ത പരിശുദ്ധ കന്യകേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ. അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മേ, എന്നെയും എന്നോടൊപ്പം